2026 ജനുവരി 25 സിറാജ് എഡിറ്റോറിയൽ. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് US പിന്മാറുമ്പോൾ അവിവേകവും അന്താരാഷ്ട്ര മര്യാദകൾക്ക് നിരക്കാത്തതുമാണ് ആഗോള ആരോഗ്യരംഗത്തെ പരമോന്നത സമിതിയായ ലോകാരോഗ്യ സംഘടന WHO-യിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം. ലോകം കടുത്ത ആരോഗ്യ പ്രതിസന്ധികളിലൂടെ കടന്നുപോകവേ ഒട്ടും ന്യായീകരണമില്ലാത്തതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നടപടി. കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്യുന്നതിൽ WHO-ക്ക് വീഴ്ച സംഭവിച്ചുവെന്നും രോഗം പടരാനിടയാക്കിയ ചൈനയോട് മൃദു സമീപനം സ്വീകരിച്ചുവെന്നുമാണ് അമേരിക്കയുടെ ആരോപണം. ഇത് ശരിയെങ്കിൽ തന്നെ ചർച്ചയിലൂടെ പരിഹരിക്കുകയാണ് വിവേകം. അമേരിക്കയുൾപ്പെടെയുള്ള ആഗോള രാഷ്ട്രങ്ങൾ സ്ഥാപിച്ച ലോകാരോഗ്യ സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പിന്മാറ്റ നടപടിയിലേക്ക് നീങ്ങുകയായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും സാങ്കേതിക മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യവുമാണ് അമേരിക്ക. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സും അമേരിക്കയാണ്. WHO-യുടെ ബജറ്റിന്റെ 18% അമേരിക്കയുടെ സംഭാവനയാണ്. മാത്രമല്ല 2024-25 വർഷത്തെ കുടിശ്ശിക $260 മില്യൺ നൽകാതെയാണ് അമേരിക്കയുടെ പിന്മാറ്റം. ഈ സാമ്പത്തിക സ്രോതസ് അടയുന്നത് സംഘടനയുടെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കും. അംഗരാജ്യങ്ങൾ നൽകുന്ന തുക ഉപയോഗിച്ചാണ് WHO വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. HIV, മലേറിയ, ക്ഷയരോഗം, പോളിയോ തുടങ്ങിയവയ്ക്കെതിരായ പോരാട്ടത്തിൽ അമേരിക്കൻ ഫണ്ട് നിർണായകമാണ്. ആഗോള പോളിയോ നിർമ്മാർജ്ജന പദ്ധതി ഫണ്ടിന്റെ പകുതിയോളം അമേരിക്കയിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. പകർച്ചവ്യാധികൾ പടരുന്ന ഘട്ടങ്ങളിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ഡാറ്റ കൈമാറ്റം പ്രധാനമാണ്. സാങ്കേതിക മികവുള്ള അമേരിക്കയെപ്പോലുള്ള രാജ്യം വിട്ടുനിൽക്കുന്നത് പുതിയ വൈറസുകളെക്കുറിച്ച് യഥാസമയം വിവരം ലഭിക്കുന്നതിന് പ്രയാസം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന മഹാമാരികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കും. പകർച്ചവ്യാധികൾക്കെതിരെയുള്ള മരുന്നുകളും വാക്സിനുകളും വികസിപ്പിക്കുന്ന ഗവേഷണ പദ്ധതികൾക്കും ഫണ്ടിന്റെ കുറവ് തിരിച്ചടിയാകും. മാത്രമല്ല, സംഘടനയിൽ നിന്ന് പിന്മാറുമ്പോൾ കാണിക്കേണ്ട സാമാന്യ മര്യാദയും കാണിച്ചില്ല ട്രംപ് ഭരണകൂടം. നിയമപ്രകാരം സംഘടന വിടുന്നതിന് 1 വർഷം മുമ്പ് നോട്ടീസ് നൽകുകയും കുടിശ്ശിക മുഴുവൻ അടച്ചു തീർക്കുകയും വേണം. 2020 തന്റെ ആദ്യ ഭരണകാലത്ത് തന്നെ WHO-യിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു ട്രംപ്. പിന്നീട് അധികാരത്തിൽ വന്ന ബൈഡൻ ഈ നയത്തിൽ നിന്ന് പിന്മാറുകയും WHO-യിൽ തുടരാൻ തീരുമാനിക്കുകയുമായിരുന്നു. കഴിഞ്ഞ വർഷം ട്രംപ് രണ്ടാമതും അധികാരമേറ്റ ആദ്യ ദിവസം വീണ്ടും പിന്മാറ്റം പ്രഖ്യാപിക്കുകയായിരുന്നു. വെള്ളിയാഴ്ചയാണ് പിന്മാറ്റം പൂർണ്ണമായത്. ട്രംപിനെ പിന്തിരിപ്പിക്കാൻ ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനം ഗബ്രിയേസസ് ഉൾപ്പെടെ ആരോഗ്യരംഗത്തെ വിദഗ്ധർ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ലോകാരോഗ്യ സംഘടനയിൽ പാളിച്ചകളും പ്രവർത്തനങ്ങളിൽ പോരായ്മകളുമുണ്ടെങ്കിൽ അകത്തുനിന്ന് അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും പരിഹാരവും പരിഷ്കരണവും ആവശ്യപ്പെടുകയും ചെയ്യുന്നതിനു പകരം പുറത്തുപോകുന്നത് ജനാധിപത്യ ഭരണകൂടത്തിന് നിരക്കുന്നതല്ല. മനുഷ്യജീവിതത്തിന്റെ മൂല്യത്തെക്കുറിച്ച് ബോധമുള്ള ഒരു രാജ്യം സ്വീകരിക്കേണ്ട നിലപാടല്ല ഇത്. ലോകാരോഗ്യ സംഘടന കുറ്റമറ്റ മികച്ച പ്രസ്ഥാനവുമല്ലായിരിക്കാം, എന്നാൽ അതിനു പകരം മറ്റൊരു പ്രസ്ഥാനമില്ല. രാഷ്ട്രീയ പ്രശ്നങ്ങളെ ചൊല്ലി നിലവിലുള്ള ഈ പ്രസ്ഥാനത്തെ കൂടി ക്ഷയിപ്പിച്ചാൽ ഭാവിയിൽ ആരോഗ്യമേഖലയിൽ കടുത്ത പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കും. അവിചാരിതമായി ഒരു പകർച്ചവ്യാധി പിടിപെട്ടാൽ അത് ഉത്ഭവസ്ഥാനത്തോ പ്രസ്തുത രാജ്യത്തോ ഒതുങ്ങി നിൽക്കില്ല. ഇന്ന് ലോകത്തിന്റെ ഒരു മൂലയിൽ കണ്ടെത്തിയ വൈറസ് നാളെ എല്ലാ വൻകരയിലേക്കും പടർന്നേക്കാം. അനുഭവങ്ങൾ ധാരാളം മുമ്പിലുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വിവരം പങ്കിടാനും പ്രതിരോധ പ്രവർത്തനം ഏകോപിപ്പിക്കാനും WHO പോലുള്ള ഒരു കേന്ദ്രം ആവശ്യമാണ്. ഒത്തൊരുമിച്ച് നിന്ന് സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള വിവേകപൂർണമായ നടപടികളാണ് അമേരിക്ക ഉൾപ്പെടെ എല്ലാ അംഗരാജ്യങ്ങളും സ്വീകരിക്കേണ്ടത്. രാഷ്ട്രീയ ആയുധമാക്കാവുന്നതല്ല ആഗോള ആരോഗ്യം. അമേരിക്ക പിന്മാറ്റ തീരുമാനം പുനഃപരിശോധിക്കുന്നില്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മറ്റു അംഗരാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സഹായവും സഹകരണവും അനിവാര്യമാണ്. വിശിഷ്യ വികസിത രാജ്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും.
ഫണ്ടിങ്ങിന് ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ സംഘടനകളെയും കോർപ്പറേറ്റുകളുടെ സാമൂഹിക സേവന ഫണ്ടുകളെയും ആശ്രയിക്കാവുന്നതുമാണ്. മാനേജ്മെന്റ് ടീമിലും ജീവനക്കാരുടെ എണ്ണത്തിലും വെട്ടിക്കുറവ് വരുത്തി പ്രവർത്തന ചെലവ് കുറയ്ക്കുന്ന കാര്യവും പരിഗണിക്കാവുന്നതാണ്. 4/1 ജീവനക്കാരെ പിരിച്ചുവിടാൻ ലോകാരോഗ്യ സംഘടന തീരുമാനിച്ചതായി വാർത്തയുണ്ട്. അമേരിക്കയുടെ പിന്മാറ്റം സംഘടനയെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാനും ഒരു രാജ്യത്തെ പ്രത്യേകമായി ആശ്രയിക്കുന്ന വിധേയത്വ നിലപാട് ഒഴിവാക്കാനും ഇടയാക്കുമെന്ന പ്രതീക്ഷ പുലർത്തുന്നവരുമുണ്ട്.